ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഞാൻ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം അമ്പൂരി ഗ്രാമപഞ്ചായത്തിലെ പന്തപ്ലാമൂട് പാലം കാണാനാണ്. ട്രിവാൻഡ്രത്ത് നിന്ന് ഏകദേശം 40 കിലോമീറ്ററാണ് ഇവിടത്തേക്കുള്ള ദൂരം. വാഹനങ്ങളൊക്കെ നമുക്ക് മുകളിൽ പാർക്ക് ചെയ്തതിനു ശേഷം നടന്നു വരേണ്ടി വരും. കാരണം പാലത്തിന്റെ സൈഡിൽ നമുക്ക് വാഹനങ്ങളൊന്നും പാർക്ക് ചെയ്യാൻ പറ്റത്തില്ല. മാത്രമല്ല, ഈ പാലത്തിന്റെ മുകളിലൂടെ കടന്നു പോകാൻ പറ്റുന്ന ഏറ്റവും വലിയ വാഹനം എന്ന് പറയുന്നത് ഓട്ടോറിക്ഷയാണ്. എന്ന് വെച്ചാൽ അത്രയും വീതി മാത്രമേ ഉള്ളൂ. ഇതൊരു നടപ്പാത ആണ്, അതായത് നടപ്പാലമാണ്. അതേ കണ്ടോ, ഇങ്ങനെ ഒരു ഓട്ടോ വരികയാണെങ്കിൽ മുന്നിലൂടെ പോകുന്ന രീതിയിൽ അത്രയും സ്ലോ ആയിട്ടേ വണ്ടിക്ക് വരാനായിട്ട് പറ്റത്തുള്ളൂ. ഇതാണ് അവസ്ഥ. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മുടെ ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പാലത്തിന്റെ ചുറ്റുമുള്ള കാഴ്ചകളാണ്. അതായത് പ്രകൃതിയും രമണീയും പച്ചപ്പും എല്ലാം ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇപ്പൊ ഞാൻ ഇവിടെ എത്തിയ സമയം എന്ന് പറയുന്നത് ഉച്ചയ്ക്കൊരു 2:30 മണി. അപ്പോൾ ഈ സമയത്തൊക്കെ നമ്മൾ എത്തുകയാണെന്നുണ്ടെങ്കിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ നമുക്ക് കുറച്ചുകൂടെ സൗകര്യമായിരിക്കും. അത് കഴിഞ്ഞാൽ നല്ല തിരക്കാണ്. അപ്പൊ ഈ 2010 ഈ പാലം പണി ചെയ്തിരിക്കുന്നത്. ഈ പാലത്തിന്റെ സൈഡില് ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഈ സൈഡിലുള്ള ഒരു വീട്ടിൽ അടമാങ്ങ ഉണക്കാനിട്ടിരിക്കുകയാണ്. അത് തന്നെയാണ് ഒരു പിടി ഞാൻ വാരിയിട്ടുണ്ട്. ഇനി ഈ പാലത്തിന്റെ ഇടതുവശത്തേക്ക് പോയ ഒരു ചെറിയ വെള്ളച്ചാട്ടമുണ്ട്. ഇതിപ്പോ വെള്ളമില്ലാത്ത ചാട്ടമാണ്. കാരണം എന്ന് വെച്ചാൽ ഞാൻ വന്ന സമയത്ത് ഇവിടെ വെള്ളമില്ല. അപ്പോൾ മഴ സമയത്ത് വന്ന വെള്ളച്ചാട്ടമൊക്കെ കാണാം. ഇതിന്റെ സൈഡിലായിട്ടൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. നീന്തൽ അറിയാത്തവർ ഇതിനകത്ത് ചാടരുത്, കുപ്പിയും പ്ലാസ്റ്റിക്കും ഒന്നും എറിയരുത്, നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന രീതിയിൽ പെരുമാറരുത്. അപ്പോൾ ഈ കുപ്പികൾ എല്ലാം ഈ വെള്ളം പോകുന്ന വഴിയിലാണ്, അതായത് അരുവിയിലാണ് കിടക്കുന്നത്. മദ്യക്കുപ്പികൾ കൊണ്ട് അത്തപ്പൂക്കളം ഉണ്ടാക്കി വെച്ചേക്കുന്ന മനോഹരമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അതേ ഒരു ഇല്ലിമുളം കാടൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് കാണുന്ന കാഴ്ചയും നല്ല രസമാണ്. കാരണം പാലത്തിന്റെ അപ്പുറത്തെ സൈഡാണ്. ഇത് കഴിഞ്ഞ് ഞാൻ വീണ്ടും മുന്നോട്ട് നടന്നു. അപ്പൊ ഇങ്ങനെ നടന്നപ്പോൾ ഓപ്പോസിറ്റ് സൈഡിലാണ് എത്തിയത്. അപ്പൊ അതായത് ആ പാലത്തിന്റെ ഓപ്പോസിറ്റ് സൈഡ്. അപ്പൊ ഇവിടെ നിന്ന് കാണാനും നല്ല ഭംഗിയാണ്. ഈ വഴി എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് നല്ല രസമാണ്. അതായത് പാലത്തിന്റെ മുകളിൽ നിന്ന് കാണുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ കുറച്ച് പേര് ഇവിടെ വലയൊക്കെ എറിയുന്നുണ്ട്. ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാർ തന്നെയാണ്. അല്ലാതെ വന്ന് ചാടുന്നത് ഭയങ്കര റിസ്ക്കാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ നീന്താനും മീൻ പിടിക്കാനും ഒക്കെ പരിചയമുള്ളത് കൊണ്ട് ഇവർ ചെയ്യുന്നതാണ്. അല്ലാതെ നമ്മൾ വന്ന് ചാടുക, പുതിയ ഒരാൾ ഇവിടെ വന്ന് ചാടുകയാണെങ്കിൽ ഭയങ്കര അപകടം പിടിച്ച ഒരു സ്ഥലമാണ്. ഇപ്പം ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുമ്പം അടിയിൽ നിറയെ കുപ്പികളും നേരത്തെ കണ്ടതുപോലെ. അപ്പം ഞാനും കുറച്ച് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടാമെന്ന് കരുതി. എനിക്കിത് അവരെ പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോലെയല്ല, ഈ വലയെന്ന് പറയുന്നത് ഭയങ്കര കട്ടിയാണ്. എൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഒരു കയ്യിൽ വല പിടിക്കൂ, അതിന്റെ അറ്റത്തൊരു കയറ് വെച്ചിട്ടുണ്ട്, അത് കയ്യിലോട്ട് ഇടുക, അത് കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ചുരുട്ടി പിടിക്കുക എന്നൊക്കെ പറഞ്ഞ് നല്ല ക്ലാസ് ഒക്കെ തരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഈ വല ഒതുങ്ങി നിൽക്കുന്നില്ല. ഞാൻ എന്നിട്ട് പറഞ്ഞു, എൻ്റെ കൈ കുഞ്ഞു കൈയാണെന്ന് പറഞ്ഞു. പക്ഷേ അവർ ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നു. എന്നിട്ട് ഒട്ടും പറ്റുന്നില്ല. അത് കഴിഞ്ഞ് വേറൊരു ചേട്ടൻ വന്നു, പുള്ളിയും ക്ലാസ് എടുത്തു. അവസാനം പറഞ്ഞു തന്ന് അവർ തന്നെ മറന്നുപോയി എങ്ങനെയാണ് വല ഇടാനുള്ളതെന്നുള്ള അവർ തന്നെ മറന്നുപോയി. എന്നിട്ട് അവർ പറഞ്ഞു തോന്നും പോലെയൊക്കെ ഇടാൻ പറഞ്ഞു. അവസാനം ഞാനാണെങ്കിൽ ഈ സാരിയൊക്കെ ഉടുക്കുന്ന രീതിയിൽ സാരിയുടെ മുന്താണി എവിടെ, തുമ്പ് എവിടെ എന്നൊക്കെ ആലോചിച്ചിടുന്ന രീതിയിൽ ഇതേ പിടിച്ചു. എന്നിട്ട് രണ്ടും കൽപ്പിച്ചു. ഒറ്റ എറിയാണ്, നോക്കിക്കോ കാണാം. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ നേരെ ചെന്ന് വീഴുന്നത് എന്ന് പറയുന്നത് അടുത്തുള്ള ചായക്കടയിലോട്ടാണ്. ആ കാഴ്ചയാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്. ഈ എറിയുന്നതൊക്കെ കണ്ടാൽ വിചാരിക്കും ഞാൻ ഇപ്പോൾ അങ്ങ് മീനിനെ പിടിച്ച് തള്ളി മറിച്ച് കളയുമെന്നാണ് തോന്നുന്നത്. കണ്ട ചായക്കടയിലോട്ട് ചെന്ന് വീണിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്ന് ഒരു സോഡ നാരങ്ങ, അതായത് ആ വല എറിഞ്ഞതിൻ്റെ ക്ഷീണം തീർക്കാനായിട്ട് ഒരു സോഡ നാരങ്ങയും കുടിച്ച് നേരെ ഞാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്ന കാഴ്ചയാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. കണ്ട. അപ്പോൾ ഇനി പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് കുറച്ച് നേരം ചെലവിടാൻ പറ്റിയ ഒരു സ്ഥലം തന്നെയാണ് ഈ പന്തപ്ലാമൂട് പാലം എന്ന് പറയുന്നത്. കുറെ ഫോട്ടോഷൂട്ടിനും നമുക്ക് ആസ്വദിക്കാൻ ഒരു വൈകുന്നേരം ചെലവിടാനും പറ്റിയ സ്ഥലമാണ്. അപ്പൊ നിങ്ങളും വരിക, ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം പന്തപ്ലാമൂട് പാലം സന്ദർശിക്കുക. താങ്ക് യു സോ മച്ച്. ബൈ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം.